എൻ്റെ വീട്ടിൽ എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിച്ചത് സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ഈ തവണ തന്നെ തരണം. ശക്തമായി എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. പലരും പറയുന്ന പോലെ കർഷകര മനുഷ്യരുടെ വിഷമങ്ങൾ അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും സാധാരണക്കാരന്റെ ഇത്തരമൊരു നടപടിയോട് ശക്തമായ പ്രതിഷേധം എനിക്കുണ്ട് എന്നത് ഞാൻ ഇവിടെ ബോധിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ പിറകിലിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ വത്സൻ ചമ്പക്കരയുടെ വാർഡ്, ചാലക്കുടി നഗരസഭയിലെ 3-ാം വാർഡിലെ കൃഷ്ണേട്ടൻ എന്ന് പറയുന്നൊരു ചേട്ടനാണ്. അദ്ദേഹത്തിന് കാലിന് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ കൃഷ്ണേട്ടൻ ഈ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഈ സ്റ്റെപ്പുകൾ കയറി ഇവിടെ വന്നിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വത്സൻ ചമ്പക്കരയുടെ വാർഡിൽ മുച്ചക്ര വാഹനത്തിനായിട്ട് 3 പേര് അപേക്ഷിച്ചിരുന്നു. ആ 3 പേരിൽ ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കേണ്ട ഒരാളാണ് കൃഷ്ണേട്ടൻ. ആ വാർഡ് കൗൺസിലർ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ കൊടുത്തു, മറ്റു കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഈ ചേട്ടൻ ICDS സൂപ്പർവൈസറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ലിസ്റ്റ് വന്നപ്പോൾ ഈ ചേട്ടൻ്റെ പേര് ലിസ്റ്റിലില്ല. അപ്പോൾ ലിസ്റ്റിലില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ വത്സൻ ചമ്പക്കരയോട് കൗൺസിലറോട് ഈ കൃഷ്ണേട്ടൻ വീണ്ടും ചോദിച്ചാൽ എൻ്റെ പേര് ഇല്ല എന്നാണ് പറയുന്നത്. പിന്നീട് വീണ്ടും വാർഡ് കൗൺസിലർ ICDS സൂപ്പർവൈസറായിട്ട് സംസാരിച്ചപ്പോൾ അത് അറിയാതെ വിട്ടുപോയതാണ്. ഉടനെ തന്നെ ചെയർമാനായിട്ട് സംസാരിച്ച ആ കാര്യത്തിൽ വേണ്ട ഇടപെടൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് കാലത്ത് 500 രൂപ ചെലവഴിച്ച് ഈ പാവ മനുഷ്യൻ മുദ്രപേപ്പർ അടക്കമുള്ള സംവിധാനങ്ങൾ വാങ്ങിച്ചെന്ന് നഗരസഭയിൽ വന്നിരിക്കുകയാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് വത്സൻ ചമ്പക്കരയുടെ വാർഡിലുള്ള മറ്റ് അപേക്ഷ നൽകിയിട്ടുള്ള വേറൊരു വ്യക്തി, 3 പേര് നൽകേണ്ടായിരുന്നു മുച്ചക്രവാഹനത്തിന്. അതിൽ മറ്റൊരു വ്യക്തി വർഗീസ് എന്ന് പറയുന്ന ആൾക്കാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അടുത്ത തവണ ഈ കൃഷ്ണേട്ടനെ പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു വേദനയാണ്. നമ്മൾ ഈ മാമ്പഴം കാണിച്ച് ഇപ്പം തരാം ഇതുപോലെ ഈ സുവർണഗ്രഹം പദ്ധതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തരാം. ഞാൻ പറയണതല്ലത്. ചാലക്കുടി നഗരസഭയിലെ വളരെ പ്രധാനപ്പെട്ട അധികാരികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഉറപ്പുകൾ കൊടുത്ത അടിസ്ഥാനത്തിൽ ഈ മുന്തിരി ഇപ്പം വീഴും ആശിപ്പിച്ച് പൊട്ടന്മാരാക്കുക, കളിപ്പിക്കുക, ആറ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് തട്ടിക്കളിപ്പിക്കുക. ഈ പാവപ്പെട്ട മനുഷ്യനോട് ഇതുപോലെ തട്ടി കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തട്ടി കളിപ്പിക്കുന്നത് ആരാണ്? ആ തട്ടി കളിപ്പിക്കുന്ന ആളുകൾ ഇതൊക്കെ അനുഭവിക്കും. 500 രൂപ ചെലവഴിച്ച് മുദ്രപേപ്പർ മേടിച്ച് വന്നിരിക്കുമ്പോൾ നിനക്ക് ഇപ്പില്ല, അടുത്ത തവണ തരാമെന്ന്, ഇന്നില്ല, ഇന്ന് ചാടറ നാളെ തരാമെന്ന്. ഇതൊക്കെ മനുഷ്യത്വപരമായിട്ടൊരു ഇടപെടലല്ല. മനുഷ്യത്വപരമായില്ല, നീതി എന്ന് പറഞ്ഞ വാക്കിന് വലിയ വിലയുണ്ട്. അത് ഞാൻ പറയുന്നത് ജനകീയമായി വാർഡുകളിൽ ജയിച്ചു വന്ന കൗൺസിലർമാരുണ്ട് ഇവിടെ. ജനകീയമായിട്ട് ജനങ്ങളോട് അടുപ്പമുണ്ട്, ജനങ്ങളുടെ മണമുള്ള കൗൺസിലർമാർ. അവരിത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ വേദന മനസ്സിലാക്കണം. നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ അപമാനിച്ച് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിഷമമുള്ള സംഭവമാണ്. എന്തായിരുന്നാലും ഈ കൃഷ്ണനോട് തന്നെ ചോദിച്ചറിയാം ഇതിൻ്റെ വിഷയങ്ങൾ എന്താണെന്നുള്ളത്. കൃഷ്ണേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ല കേട്ടോ. ഞാൻ കാലത്ത് തന്നെ കുത്തിരുന്ന് നഗരസഭയ്ക്കെതിരായിട്ട് പടച്ചുവിടാന്നുള്ള ചില ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, ഇത് ഈ കൃഷ്ണേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ്. കൃഷ്ണനോട് ചോദിച്ചറിയാം എന്താ സംഭവം എന്നുള്ളത്. സ്ഥലം കോട്ടയിലാണ്, വത്സൻ്റെ വാർഡിലാണ് താമസിക്കുന്നത്, വാർഡ് 3. എനിക്ക് കഴിഞ്ഞ അദാലത്തിലെ എല്ലാ മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞിരിക്കുന്ന ആളാണ്. എല്ലാ സർട്ടിഫിക്കറ്റും ഹാജരാക്കി. അപ്പോൾ അതും പറഞ്ഞു എനിക്ക് അടുത്ത തവണ വരുന്നതിൽ എനിക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞു. എല്ലാം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വിളിച്ചു പറഞ്ഞ വണ്ടി ഇങ്ങനെ കൊട്ടെന്ന് പറഞ്ഞ ഒരാൾക്ക് പുറത്തുപോയി എന്ന് പറഞ്ഞു, 3-ാം വാർഡ്. അത് വത്സന് അറിഞ്ഞിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്നോട് വത്സൻ പറഞ്ഞു എല്ലാ റെക്കോർഡുകളും എല്ലാം സ്റ്റാമ്പ് പേപ്പറും എഴുതി ഒപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ റെക്കോർഡുകളും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് വണ്ടി തരാൻ പറ്റില്ല, വേറെ ആൾക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമായി. അവർ പറഞ്ഞ ഈ അടുത്ത ലിസ്റ്റിൽ തരാമെന്നാണ് പറഞ്ഞത്. അടുത്ത ലിസ്റ്റിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വന്ന ലിസ്റ്റിൽ ഇത് വത്സനെ അറിയാണ്ടാണ് ഈ കുട്ടൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തേക്കണത്. ചമ്പക്കര വത്സനാണ് പറഞ്ഞത്. ഇന്ന് എല്ലാം ശരിയാക്കി 12 മണിക്കുള്ളിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായില്ല. ഞാൻ എൻ്റെ കയ്യിൽ 100 രൂപ ഉള്ളൂ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് ഒരാളോട് 500 രൂപ മേടിച്ച് 200 രൂപയുടെ സ്റ്റാമ്പ് പറഞ്ഞു. 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ 1500 രൂപ ഉള്ളൂ. അങ്ങനെ 500 രൂപ ഇന്ന് മേടിച്ച് ഇന്ന് ശരിയാക്കിയതാണ്. വത്സൻ്റെ കൊടുത്തു, ഞാൻ സെക്രട്ടറിനെയും കാണിച്ചു. അപ്പോൾ അവരെല്ലാവരും ലിസ്റ്റിൽ വേറെ ആളുടെയൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാനാകെ പ്രയാസത്തിലാണ്. നഗരസഭയിലിരിക്കുമ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ എന്തെന്ന് ചോദിച്ചു, കുറേ പേപ്പേഴ്സ് കയ്യിലുണ്ടായിരുന്നു. എന്തെന്ന് ചോദിച്ചപ്പോഴാണ് പറയണത്. അപ്പോൾ വീട് എവിടെയാണെന്ന് വെച്ചപ്പോൾ കോട്ടയിൽ 3-ാം വാർഡിലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വാർഡ് കൗൺസിലറെ വിളിക്കുകയും ചെയ്തു. 3-ാം വാർഡ് വത്സൻ ചമ്പക്കരെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ മുച്ചക്ര വാഹനം ചാലക്കുടി നഗരസഭ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നഗരസഭയിലെ 3-ാം വാർഡിലെ കൗൺസിലർ കൊടുക്കുന്ന പേര് ഈ കൃഷ്ണചേട്ടൻ്റെ പേരെ കൊടുത്തനെന്നും പറഞ്ഞു. എന്നിട്ട് എങ്ങനെ മാറി എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഭിന്നശേഷിക്കാരെ വരെ ചതിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇതിൽ കൈയിട്ട് വരുന്ന രീതിയാണ് ഇപ്പോൾ
നഗരസഭ ഭരണപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ പേര് വാർഡ് കൗൺസിലർ കൊടുത്തുനിന്ന് ആ പേര് മാറിയിട്ട് വേറൊരു പേര് വരാം. അത് എന്നിട്ട് മൂന്നാം വാർഡിൽ തന്നെ വേറെ കൊടുത്തിട്ടുള്ളതും ആകെ 3-4 പേർക്ക് ചക്രവാഹനം കൊടുക്കണുള്ളൂ. ഇദ്ദേഹം ഈ സ്റ്റെപ്പ് കയറി വന്നിട്ട് നമ്മുടെ ചെയർമാൻ കാലിൽ മുട്ടുവാനായിട്ട് പല തവണ അടിയിലേക്ക് കൗൺസിലാക്കാനും അടിയിൽ ഓൺലൈനിൽ ഇരിക്കാനും ഒക്കെ നോക്കിയിരുന്ന ആളാണ്. ഇദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ വടിയും കുത്തിപ്പിടിച്ച് മുകളിലേക്ക് കയറി വന്ന് UDF പാർലമെന്റ് പാർട്ടി ലീഡറുടെ റൂമിലിരുന്ന് വാർഡ് കൗൺസിലറും അവിടുത്തെ ലീഡറും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഞാൻ കണ്ടിരുന്നതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇന്നമാതിരി കാര്യങ്ങൾ പറഞ്ഞത്. നാണമാവില്ലേ ഇവർക്ക്? ഒരു പാവപ്പെട്ട മനുഷ്യന് ഇല്ലെങ്കിൽ ഇല്ല എന്നാണ് തുറന്ന് ആദ്യം പറയണം. അദ്ദേഹം 500 രൂപ സംഘടിപ്പിച്ച് 200 രൂപയുടെ മുദ്രപത്രത്തിന് 500 രൂപയുടെ മുദ്രപത്രം മേടിക്കേണ്ടി വന്നു. അതുമാതിരി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും എല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർത്തും അനാസ്ഥ അല്ലെങ്കിൽ ഈ ഭിന്നശേഷിക്കാരെ വഞ്ചിക്കുന്ന നിലപാടാണെന്ന് ചെയർമാനും കൂട്ടരും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വേണം. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങണം ഇവരെ തോന്നിയാസത്തിനെതിരെ. വത്സേന്റെ വാർഡില് ഞാൻ ഇവിടെ നഗരസഭയെന്ന് വിളിക്കണം. വത്സേന്റെ വാർഡിലുള്ളൊരു പുള്ളിക്കാരൻ അവിടെ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന് ഇത് ഇന്ന് കാലത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങള് അങ്ങനെ മുദ്രപേപ്പറും സാധനങ്ങളും വാങ്ങിച്ചു. വത്സൻ ഞാനാണ് ആളോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിന് എന്താണ് ശരിക്കും സംഭവം ഉണ്ടായത്? എന്റെ വാർഡിൽ നിന്ന് 3 പേരാണ് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായത്. ചേട്ടന്റെ വാർഡിൽ നിന്ന് 3 പേര്. അപ്പൊ ഞാൻ ഈ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ 6 വർഷമായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നതാ. കൃഷ്ണേട്ടൻ. അതെ, ഞാൻ കൗൺസിലർ ആയതിനു ശേഷം 3 പ്രാവശ്യം അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 4-ാമത്തെ പ്രാവശ്യം ഇത് കൊടുക്കണേ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു വാർഡിൽ കൊടുക്കണമെങ്കിൽ ചേട്ടന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഈ വർഗീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയർമാൻ കൊടുത്തു എന്ന് പറയുന്ന ആള് എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട് മേടിച്ചു തരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേട്ടന് ഇത്ര പ്രാവശ്യം കിട്ടില്ല, ഞാനത് കൃഷ്ണേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണേട്ടൻ കഴിഞ്ഞ 6 വർഷമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് 4 വർഷമായിട്ട് ഞാൻ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കണേ. അതുകൊണ്ട് ഈ തവണ ഞാൻ കൃഷ്ണേട്ടനെ കൊടുക്കുള്ളൂ, അതുകൊണ്ട് ചേട്ടന് കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ വർഗീസ് എന്ന് പറയുന്ന ആള് ചെയർമാനെ പോയി കാണുക എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കൃഷ്ണേന്റെ ലിസ്റ്റ് പോലും, അതായത് മെഡിക്കൽ കഴിഞ്ഞിട്ട് ആ ലിസ്റ്റ് പോലും വിട്ടുപോയി എന്ന് പറയുമ്പോ ഇതൊരു രൂപതയുണ്ട്. ലിസ്റ്റ് മുനിസിപ്പാലിറ്റി പ്രസിദ്ധീകരിച്ചാൽ ആളെ പേര് വന്നില്ല എന്ന് പറയുന്നതിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് അത് ഞാൻ സംശയിക്കുന്നുണ്ട്. ICD സൂപ്പർവൈസറെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു അതെല്ലാം ചേട്ടാ അത് വിട്ടുപോയതാണ്, ഞാൻ ചെയർമാനോട് പറഞ്ഞ് ശരിയാക്കിക്കോളാം, ചേട്ടൻ നാളെ 12 മണിക്ക് മുന്നേ അയാളുടെ സ്റ്റാമ്പ് പേപ്പറും എല്ലാ രേഖകളുമായിട്ട് വരാൻ പറയുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൃഷ്ണനെ വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞേ. ആ പാവം ഒരു കടയിൽ പോയി 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും കടയിൽ കയറി ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയും കൂടി അപ്ലിക്കേഷൻ കൊണ്ടുവന്നപ്പോ ചെയർമാൻ അടുത്ത തവണ പരിഗണിക്കാന്നാ പറയണേ. അടുത്ത തവണ എന്ന് പറയുമ്പോ ഇപ്പൊ അടുത്ത പ്രോജക്ട് അടുത്ത ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്തവണത്തെ കൊടുക്കുന്നത് ഡിസംബറിലാ. അപ്പൊ അടുത്ത ഡിസംബർ ആവണേലും മുന്നേ ഇലക്ഷനും കാര്യങ്ങളും കഴിയുമ്പോൾ ആർക്ക് കിട്ടുന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത കൗൺസിലർ തീരുമാനിക്കണ്ടേ. ചാലക്കുടി നഗരസഭ 11-ാം വാർഡില് രമേശൻ ചേരിയിൽ എന്ന വ്യക്തിക്ക്, എനിക്ക് നടക്കാൻ വയ്യാത്തൊരു വ്യക്തിയാണ്, ഒരു ഭിന്നശേഷിക്കാരനായ വ്യക്തിക്ക് വളരെ സഹായത്തോടെ, അതായത് പൈബലോസ് താക്കോൽക്കാരന്റെ സഹായത്തോടെ കിടക്കാനുള്ള ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ ഒരു തൊഴിലിന് വേണ്ടിയിട്ട് ലോട്ടറി കച്ചവടവും തുടങ്ങിയിരുന്നു. അപ്പൊ ഈ ലോട്ടറി കച്ചവടത്തിനെ ഒന്ന് പരിപോഷിപ്പിക്കുക, അദ്ദേഹത്തിന് ജീവനോപാധി ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു നമ്മളൊരു മുച്ചക്ര വാഹനത്തിന് അപേക്ഷ കൊടുത്തത്. ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമുക്ക് ഈ കൗൺസിൽ വന്നതിന് ശേഷം മുച്ചക്ര വാഹനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല. ഈ വർഷം മുച്ചക്ര വാഹനം കൊടുക്കും, അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം വരുന്നത്. ഇന്ന് ഞാൻ അറിയാൻ സാധിച്ചത് മുച്ചക്ര വാഹനം 4 പേർക്ക് അംഗീകരിച്ചു കഴിഞ്ഞു. ആ 4 പേരിൽ എൻ്റെ വാർഡിൽപ്പെട്ട ആരുമില്ല. ഒരു വ്യക്തിയാണ് വെച്ചിരുന്നത്, ആളില്ല എന്നറിയാൻ സാധിച്ചു. വളരെ ഖേദപൂർവമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണത്. മീൻസ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രമേശ് ചേരിയൽ എന്ന വ്യക്തിക്ക് ഈ മുച്ചക്ര വാഹനം. ഇത് ഇത്തരം വാഹനങ്ങളും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അത് അങ്ങനെ ഉണ്ടോ ശരിക്കും? എനിക്കിപ്പോ ബലമായ സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കൽ ഏറ്റവും അർഹതപ്പെട്ട ഒരു ജിഷോ എന്ന വ്യക്തിക്ക് വീട് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും, ഈ ജനസമൂഹം മുഴുവൻ അറിഞ്ഞതാണ്. ഈ 36 വാർഡാണ് നമ്മുടെ ഇന്നത്തെ കൗൺസിലിനുണ്ടെങ്കിൽ ആ 36 വാർഡിലെ ജനങ്ങൾക്കും അറിയാൻ സാധിച്ചത് ഏറ്റവും അർഹതപ്പെട്ട
ജിഷോയുടെ വീട് രാഷ്ട്രീയപരമായ വ്യത്യാസം കൊണ്ട് നല്ല ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, പക്ഷെ ഒരു LDFന്റെ വാർഡ് കൗൺസിലറുടെ വാർഡിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. അതായത് ഇദ്ദേഹത്തിന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല, പുറമ്പോക്കിലെ ഒരു വീട്. ആ പുറമ്പോക്ക് നമുക്ക് ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയായിരുന്നു നമ്മൾ ആ വീട് കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ആ വീട് നിരസിച്ചത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചെറുതിരിവല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ വീട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്ന് തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. വർഷം 1, 1.5, 2 കണ്ടാവാറായി, തറക്കല്ല് പോലും ഇടാത്ത അവസ്ഥയാണ്. അപ്പൊ അത് രാഷ്ട്രീയമായ തിരിവല്ലേ? ഞാൻ അർഹതപ്പെട്ടവനല്ല വീട് കൊടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ ചർച്ച ചെയ്തിരുന്നു, ചെയർമാൻ മുൻകൂറായി പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കേൾക്കാനായിട്ട് ക്ഷേമകാര്യ കൗൺസിലിൽ ചർച്ച ചെയ്തിട്ടില്ല. ഒരു സാധാരണ നിലയിൽ ഒരു മുച്ചക്ര വാഹനമൊക്കെ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും കൗൺസിലേഴ്സുമായിട്ട് അവർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ലിസ്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിൽ അംഗീകരിക്കേണ്ടതും 3 or 4 പേർക്ക് മുച്ചക്ര വാഹനം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് കൗൺസിൽ അംഗീകരിച്ചുകൂടാ? അത് കൗൺസിലർമാരെ ആ ലിസ്റ്റ് അറിയിച്ചുകൂടാ? ഇത് കൗൺസിലേഴ്സിനെ അറിയിച്ചിട്ടില്ല. രഹസ്യ സ്വഭാവത്തോടു കൂടി ചെയ്തപ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ തിരിമറികളുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അത് ഇപ്പൊ ഞാനല്ല ആരോപിക്കുന്നത്, അവരുടെ തന്നെ ഇടയിലുള്ള കൗൺസിലേഴ്സ് ശക്തമായിട്ട് ആരോപണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഓരോ തവണയും ഒരു LDF കൗൺസിലർ എന്ന നിലയിൽ എന്നെ ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ എൻ്റെ വാർഡ് ഇങ്ങനെ ഏറ്റവും അർഹതപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള സമീപനം ഉണ്ടാക്കുന്ന ഒരു ചെയർമാൻ മനുഷ്യസ്നേഹിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചാലക്കുടി നഗരസഭയുടെ ഉള്ളിലെ കവാടം കയറി വളരെ വിഷമത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന ഒരു ഭിന്നശേഷിക്കാരനായ മനുഷ്യനെ നിങ്ങൾ കാണുന്നില്ലേ? തീർച്ചയായിട്ടും ഇവിടുത്തെ വാർഡ് കൗൺസിലർ പറഞ്ഞ ഒരു സംഭവം, ഇത് ഞാൻ പറയുന്ന സംഭവമല്ല. വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര പറയുന്ന അദ്ദേഹത്തിൻ്റെ വാർഡിൽ 3 പേരിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ടതായ ഒരു വ്യക്തിക്ക് അദ്ദേഹം അറിയാതെ മറ്റൊരാൾക്ക് നഗരസഭ ഇത് കൊടുത്തു എന്നുള്ളതാണ്. ഈ വത്സൻ ചമ്പക്കര കൗൺസിലർ ഇവിടെ പല കാര്യങ്ങളിലും പല വിമർശനങ്ങളും ഈ ഭരണസമിതിക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്നതായിട്ടും ഈ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുന്നതായിട്ട് വേണ്ടിവരുമെന്ന് അദ്ദേഹം ഒരു ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണോ ഈ വിഷയങ്ങളൊക്കെ നടക്കണമെന്ന് അറിയില്ല. എന്ത് തന്നെയാലും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് കൃഷ്ണേട്ടൻ ഈ നഗരസഭാ കവാടത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം തൊട്ടേ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ട് വത്സൻ ചമ്പക്കരയും അതുപോലെ തന്നെ ഇദ്ദേഹവും ഈ കൃഷ്ണേട്ടനും പറയുന്നത് പലതവണ ഈ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. എൻ്റെ പേര് ലിസ്റ്റിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു, എൻ്റെ പേരാണ് ആദ്യമേ പരിഗണിക്കേണ്ടതെന്ന് കൗൺസിലർ പറഞ്ഞിട്ടുള്ളതെന്നാണ്. കൗൺസിലറും വത്സൻ ചമ്പക്കരയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വളരെ വിഷമത്തോടെ ഒരു സാധു മനുഷ്യൻ ഈ നഗരസഭാ കവാടത്തിൻ്റെ ഇത് ഇറങ്ങിപ്പോകുന്നു.